ശാന്തി 30/6/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ ജ്ഞാനത്തിലൂടെ ശുദ്ധമായ സുഗന്ധ പുഷ്പമാക്കുന്നതിന്. നിങ്ങൾ മുള്ളുകളാകരുത്. മുള്ളുകളെ ഈ സഭയിലേക്ക് കൊണ്ടുവരികയും അരുത്. ഈ ലോകം മുള്ളുകാടാണ്. ഇവിടെയുള്ള ഓരോ ആത്മാവും മുള്ളുകളാണ്. പരസ്പരം ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള മുള്ളുകാട്ടിലേക്കാണ് ബാബ വരുന്നത്. ബാബ വരുന്നത് ആത്മാക്കളെ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ശുദ്ധമായ സുഗന്ധമുള്ള പുഷ്പങ്ങൾ ആക്കാനാണ്. ശുദ്ധമായത് എന്നുദ്ദേശിക്കുന്നത് പവിത്രതയാണ്. ആത്മാക്കളെ പവിത്രമാക്കി മാറ്റുന്നു. കാരണമെന്താൽ കാമം മഹാശത്രുവാണ്. കാമവികാരം ആത്മാവിനെ മുള്ളാക്കി മാറ്റുന്നു. സുഗന്ധമുള്ള പുഷ്പമെന്നുദ്ദേശിക്കുന്നത് ഗുണങ്ങൾ നിറഞ്ഞ ആത്മാവ് എന്നാണ്. കാരണം രണ്ടാമത്തെ ദുഃഖം കൊടുക്കാനുള്ള കാരണമാണ് ക്രോധം. ക്രോധത്തെ നാം മാറ്റുന്നത് ഗുണങ്ങൾ ധാരണ ചെയ്യുന്നതിലൂടെയാണ്. ഇത്രയും നാം നമ്മുടെ മേൽ ശ്രദ്ധ കൊടുക്കുന്നു. ബാബയും ഇത്രയും ശ്രദ്ധ നമ്മളുടെ മേൽ തരുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മൾ ആത്മാക്കളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ദ്രസഭയിൽ ഒരിക്കലും മുള്ളുകളെ കൊണ്ടുവരരുത്. കാരണം അവർ ഈ ഒരു കൂട്ടത്തിൽ വരുന്നതല്ല. ഈ ഒരു കൂട്ടമെന്നുദ്ദേശിക്കുന്നത് സ്വയം പതീതമാണെന്ന് തിരിച്ചറിഞ്ഞ് പാവനമാകുന്നതിനുള്ള പ്രയാണത്തിലുള്ള ആത്മാക്കളാണ് ഈ ഇന്ദ്രസഭയിലിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സഭയിലേക്ക് മുള്ളുകളെയൊന്നും കൊണ്ടുവരരുത്. ചോദ്യം: ഏതു കുട്ടികളാണോ ഓർമ്മയുടെ യാത്രയുടെ പരിശ്രമം ചെയ്യുന്നത്, അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: ഓർമ്മയുടെ പരിശ്രമം ചെയ്യുന്ന കുട്ടികൾ വളരെ സന്തോഷത്തിൽ ഇരിക്കും. ബുദ്ധിയിലുണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നെ നമ്മൾ സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് പോകണം. നിങ്ങൾ ഓർമ്മയുടെ യാത്രയിലൂടെ സുഗന്ധമുള്ളവരാകുന്നു, മറ്റുള്ളവരെയും ആക്കുന്നു. ഓർമ്മയുടെ യാത്രയാണ് നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും മുഖ്യമായതും എന്നാൽ പ്രയത്നം ആവശ്യമുള്ളതുമായ വിഷയം. ആരാണോ ഈ ഓർമ്മയുടെ യാത്രയിൽ നന്നായി പരിശ്രമിക്കുന്നത് അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. ഈ പ്രയത്നമെന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രയത്നമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുദ്ദേശിക്കുന്നത് നാം മനസ്സിനെ തന്നെ നാം ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് നാം നടത്തിക്കുകയാണ്. എന്നാൽ ഒരുപക്ഷെ മനസ്സിന് ഈ നേരായ വഴിയിലൂടെ അല്ലെങ്കിൽ ശ്രീമതത്തിൻ്റെ പാതയിലൂടെ നടക്കാനുള്ള ആഗ്രഹം കാണില്ല. എന്നിരുന്നാലും ആത്മാവിൻ്റെ എന്താണോ ആജ്ഞ അത് പാലിക്കുന്നതിന് മനസ്സിനെ നാം പരുവപ്പെടുത്തിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നാം നമ്മുടെ തന്നെ രാജാവാകുകയാണ്, നമ്മുടെ തന്നെ അധികാരി ആവുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിൻ്റെ അധികാരിയാകുന്നു. മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. ഇങ്ങനെ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. കാരണം നമ്മുടെ നിലവാരം അധീനമായത് എന്നതിൽ നിന്നും അധികാരത്തിലേക്ക് പോവുകയാണ്. ഈ അധികാരം മറ്റുള്ളവരുടെ മേലല്ല, നമ്മുടെ സ്വന്തം മേലുള്ള അധികാരമാണ്. അവർക്ക് എപ്പോഴും ബുദ്ധിയിലുണ്ടായിരിക്കും നമുക്കിപ്പോൾ തിരിച്ചു പോകണം. കാരണം ഈ നാടകം അവസാനിക്കുകയാണ്. പിന്നെ ആ വീട്ടിൽ നിന്ന് നമ്മളൊരു സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് പോകണം. അത് ഈ ലോകം തന്നെയാണ്. എന്നാൽ ആ സമയം ഈ ലോകം പരിവർത്തനപ്പെട്ട് സത്തോ പ്രധാനമായി സത്യയുഗമായിരിക്കും. നാം ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ സന്തോഷവും അവർക്കുണ്ടായിരിക്കും. ഈ ഓർമ്മയുടെ യാത്രയിലൂടെ
നമ്മൾ സുഗന്ധമുള്ള പുഷ്പമായി തീരുന്നു, മറ്റുള്ളവരെയും ആക്കുന്നു. സുഗന്ധമുള്ള പുഷ്പമാകുന്നു അർത്ഥം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അത് തെറ്റായ ദിശയിലാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ പറക്കാൻ സമ്മതിക്കില്ല. അതിനാൽ നമ്മുടെ യോഗം സ്ഥിരമായിരിക്കുന്നതിന് നാം നമ്മളുടെ കർമ്മങ്ങളിലും ശ്രദ്ധിക്കും. ഗുണങ്ങൾ ധാരണ ചെയ്യുന്നത് നമ്മൾക്ക് വളരെ മുഖ്യമായിരിക്കും. ഇങ്ങനെ ആരാണോ പുരുഷാർത്ഥത്തിൽ മുന്നേറുന്നത്, സുഗന്ധമുള്ള പുഷ്പമാകുന്നത്, അവർക്കാണ് മറ്റുള്ളവരെയും ആക്കാൻ സാധിക്കുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യ പോയിൻറ്റ്സ്: 1. രൂപ് ബസന്തായി അവിനാശി ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്ത് മഹാദാനിയാകണം. ആരാണോ പഠിത്തം പഠിക്കുന്നത് അവർ മറ്റുള്ളവരെയും പഠിപ്പിക്കണം. 2. ഒരു കാര്യത്തിലും ആശയക്കുഴപ്പത്തിൽ വരികയോ പേടിക്കുകയോ ചെയ്യരുത്. സ്വയം തന്നെ സംരക്ഷിക്കണം. സ്വയം തന്നോട് ചോദിക്കണം, ഞാൻ ഏത് പ്രകാരത്തിലുള്ള പുഷ്പമാണ് എന്ന്. എന്നിൽ നിന്ന് ഒരു ദുർഗന്ധവും വരുന്നില്ലല്ലോ. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ മഹാദാനിയാകണം. ആരാണ് മഹാദാനി? സാധാരണ ദാനവും മഹാദാനവും തമ്മിൽ എന്താണ് വ്യത്യാസം? ആർക്കെന്ത് ആവശ്യമുണ്ടോ അത് നമ്മളുടെ അടുക്കലുണ്ട്, അവരുമായി ഷെയർ ചെയ്യാൻ നാം തയ്യാറാണ്, അവർക്ക് നൽകുകയാണ്, ഫലേച്ഛ ഇല്ലാതെ. ഇതിനെയാണ് ദാനമെന്ന് പറയുന്നത്. ദാനങ്ങളിലും മഹാദാനമെന്ന് പറയുന്നത് ജ്ഞാനം ദാനം ചെയ്യുന്നതിനെയാണ്. ആര് മറ്റുള്ളവർക്ക് ജ്ഞാനം ദാനം ചെയ്യുന്നുവോ അവർ മഹാദാനിയാകുന്നു. ഇവിടെ നാം ജ്ഞാനിയും യോഗിയുമായി, അതായത് രൂപും ബസന്തുമായി അവിനാശിയായ ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യണം. ഇങ്ങനെ ദാനം ചെയ്ത് നാം മഹാദാനി ആകണം. എന്താണോ നാം പഠിക്കുന്നത് അത് നന്നായി പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സ്വയം തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ ഒരിക്കലും ആശയക്കുഴപ്പത്തിൽ വരാനോ പേടിക്കാനോ സമ്മതിക്കരുത്. ഒരു കാര്യത്തിലും കൺഫ്യൂസ് ആകരുത്, പേടിക്കരുത്. സ്വയം നമ്മളോട് ചോദിക്കണം, ഏത് തരത്തിലുള്ള പുഷ്പമാണ് ഞാൻ? എന്നിൽ നിന്ന് ദുർഗന്ധമൊന്നും വരുന്നില്ലല്ലോ. ഏതെങ്കിലും വികാരങ്ങളോ അല്ലെങ്കിൽ വികാരത്തിൻ്റെ പ്രഭാവമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭാവനയോ ഭാവമോ ഉണ്ടെങ്കിൽ തീർച്ചയായും ദുർഗന്ധം വരും. അതിനാൽ സ്വയം നോക്കണം, നാം ഏത് തരത്തിലുള്ള പുഷ്പമാണ്. വരദാനം: ദൃഢസങ്കല്പത്തിലൂടെ കുറവുകളാകുന്ന കലിയുഗി പർവ്വതത്തെ സമാപ്തമാക്കുന്ന സമർത്ഥി സ്വരൂപരായി ഭവിക്കട്ടെ. നിരാശരാകുക, ഏതെങ്കിലും സംസ്കാരത്തിനോ പരിതസ്ഥിതിക്കോ വശീഭൂതരാകുക, വ്യക്തിയുടെയോ വൈഭവങ്ങളുടെയോ വശത്തേക്ക് ആകർഷിതരാകുക, ഈ എല്ലാ കുറവുകളാകുന്ന കലിയുഗി പർവ്വതത്തെ ദൃഢസങ്കല്പമാകുന്ന വിരൽ നൽകി സദാകാലത്തേക്ക് സമാപ്തമാക്കൂ, അതായത് വിജയിയാകൂ. വിജയം നമ്മുടെ കഴുത്തിലെ മാലയാണ്. സദാ ഈ സ്മൃതിയിലൂടെ സമർത്ഥി സ്വരൂപരാകൂ. ഇതാണ് സ്നേഹത്തിൻ്റെ തിരിച്ചടവ്. ഏതുപോലെ സാകാര ബാബ സ്ഥിതിയെ സ്തംഭമാക്കി കാട്ടി, ഇതുപോലെ ഫോളോ ഫാദർ ചെയ്ത് സർവഗുണങ്ങളുടെയും സ്തംഭം ആകണം. നമ്മുടെ ഉള്ളിലുള്ള കുറവുകൾ ഒരു വലിയ പർവ്വതമായാണ് നമ്മൾക്ക് തോന്നുന്നത്. ഏതുപോലെ പർവ്വതങ്ങൾ ഒരിക്കലും നീങ്ങുന്നില്ല, മാറുന്നില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നു, അതുപോലെ നമുക്കും തോന്നും ഈ ദുർബലതകൾ മാറ്റാൻ ബുദ്ധിമുട്ടാണ്, സാധിക്കില്ല എന്നെല്ലാം. എന്നാൽ കഥകളിൽ ഗോവർദ്ധന പർവ്വതം എല്ലാവരുടെയും ഒരു വിരൽ ഉപയോഗിച്ച് മാറ്റി എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ബാബ പറയുന്നു, ദൃഢസങ്കല്പമാകുന്ന വിരൽ കൊടുത്ത് സദാകാലത്തേക്ക്
ഈ കുറവുകളെയെല്ലാം സമാപ്തമാക്കുകയാണെങ്കിൽ വിജയിയാകും. ഈ വിജയം എന്നത് നമ്മുടെ തന്നെ കഴുത്തിൽ കിടക്കുന്ന മാലയാണ്. അതായത് നമ്മുടെ സ്വന്തമാണ്. ഇതെൻ്റെ സ്വന്തമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇതെനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും, വിജയി ആയിത്തീരാൻ സാധിക്കും. സദാ ഈ സ്മൃതിയിലൂടെ സമൃദ്ധി സ്വരൂപരാകണം. അതായത് സംശയത്തിന് ഇടം കൊടുക്കരുത്. ഇത് സാധിക്കില്ല എന്നൊരു ചിന്തയ്ക്ക് ഇടം കൊടുക്കരുത്. ഇത് തന്നെയാണ് ബാബയോടുള്ള സ്നേഹത്തിന് ബാബയിൽ നിന്നെടുത്ത പാലനയ്ക്കുള്ള റിട്ടേൺ. ഏതുപോലെ ബ്രഹ്മബാബ തൻ്റെ മനസ്സിൻ്റെ സ്ഥിതിയിൽ തികച്ചും ഒരു സ്തംഭമായി തന്നെ കാട്ടി. അതായത് എന്ത് സംഭവിച്ചാലും കുലുങ്ങില്ലായിരുന്നു. ഇതുപോലെ ഫോളോ ഫാദർ ചെയ്ത് സർവഗുണങ്ങളുടെയും സ്തംഭമാകൂ. സ്ലോഗൻ: സാധനങ്ങൾ സേവനങ്ങൾക്കുള്ളതാണ്, വിശ്രമപ്രിയരാകുന്നതിനല്ല. സാധനങ്ങൾ വരുന്നത് സാധനയുടെ ബലത്തിലാണ്. എത്ര സാധന ചെയ്യുമോ അത്രയും പിന്നാലെ സാധനങ്ങൾ വരും. എന്നാൽ സാധനങ്ങൾ കണ്ട് സാധനങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിൽ മുഴുകിയിരിക്കുന്നു എങ്കിൽ നാം സാധനങ്ങൾക്ക് അധീനമാകുകയാണ്. ബാബ പറയുന്നു, സാധനങ്ങൾ വരുന്നത് സേവനത്തിൽ ഉപയോഗിക്കുന്നതിനാണ്. ആ സാധനങ്ങൾ ഉപയോഗിച്ച് വിശ്രമപ്രിയരാകരുത്. ഓം ശാന്തി.